പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട്. ബാഗിൽ പണം എത്തിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജില്ലാ പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് കൈമാറിയത്. കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടതാണ് ഈ നീല ട്രോളി വിവാദം. അതിൽ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങളും നേർക്കുനേർ പോരുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ പോലീസ് പറയുന്നു അത് സംബന്ധിച്ച് യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തുടരന്വേഷണത്തിനുള്ള സാധ്യതയില്ല. ഇതിൻ്റെ ഈ നടപടികൾ തന്നെ അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന തരത്തിലാണ് പോലീസ് റിപ്പോർട്ട്. അതിൻ്റെ ഉള്ളടക്കം എന്താണ് നിഖിൽ പ്രമേഷ്? ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെയാണ് വിഷയം. ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. കൊണ്ടുപോയി കേരളത്തിന്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കും. അത് എത്രയും പെട്ടെന്ന് 1 മാസം കൊണ്ട് പരിഹരിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. അത് എത്രയും പെട്ടെന്ന് കുറച്ച് കാലാവധി കുറച്ച് കമ്മീഷനുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തോടു കൂടി പറഞ്ഞ് ഈ വിഷയത്തിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അദ്ദേഹം സീനിയർ ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗൗരവം പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം ഉണ്ടാക്കണം. ഗവൺമെന്റ് ഒരു ഡയലോഗ് നടത്തുന്നില്ല. ശരിക്കും ഇവരായിട്ടൊരു ഡയലോഗ് നടത്തിയിട്ടുണ്ടോ? മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, നീലപ്പെട്ടി വിവാദത്തിന് തെളിവില്ല എന്ന റിപ്പോർട്ട് പോലീസ് നൽകുന്നു, ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നു. എന്താണ് അതിന്റെ ഉള്ളടക്കം നിഖിൽ പ്രമേഷ്? നിഖിൽ, കേൾക്കാമോ? നിഖിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കള്ളപ്പണം എത്തിക്കേണ്ടുന്ന സാഹചര്യം തങ്ങൾക്കില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് വളരെ കൃത്യമായി അവർ അവരുടെ വാദം വിശദീകരിക്കുകയും എന്ന് മാത്രമല്ല, അർദ്ധരാത്രിയിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നാടകം നടത്തിയത് വഴി തങ്ങളുടെ വനിതാ പ്രവർത്തകരെ അടക്കം, പ്രത്യേകിച്ച് ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളെ അവഹേളിക്കുന്ന സാഹചര്യം കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസ് ആരോപണമായി ഉന്നയിക്കുകയും തുടർന്ന് അവരൊരു പരാതിയുമായി DGPക്ക് തന്നെ നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വലിയ കലുഷിതമായ സാഹചര്യമായിരുന്നു KPM ഹോട്ടലിന് മുന്നിൽ നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞത്. യുവമോർച്ച, DYFI, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട് ഈ ഹോട്ടൽ ലോബിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പോരടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ട്. മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയ ഒടുവിൽ പ്രവർത്തകരെ അനുനയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. പിന്നീട് പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ CPIM ശ്രമിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണ കാലത്തടക്കം അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ബൂമറാങ് ആയത് തിരിച്ചടിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്ന പശ്ചാത്തലത്തിൽ അത് അല്പം കൂടി ശരിവെക്കുകയായിരുന്നു ആ സാഹചര്യങ്ങൾ. ആളുകൾ ഇതൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ മൊത്തത്തിൽ തിരിച്ചടിയായിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ട്രോളി വിവാദം തന്നെ പൊളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. പോലീസ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ഇതിലൊന്നും തന്നെ ഈ പണം ഉണ്ട് എന്ന് കണ്ടെത്താൻ, അതായത് ആ ബാഗിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും മറ്റുമാണ് എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. മറിച്ച് അതിൽ കള്ളപ്പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കേസുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും അത്തരത്തിൽ ഒരു വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്. തെളിവില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു. ഈ അർദ്ധരാത്രിയിൽ നടന്ന നാടകീയമായ പരിശോധനയ്ക്ക് നിഖിലിലേക്ക് വരാം. ഇപ്പോൾ VD സതീശൻ സംസാരിക്കുന്നു തത്സമയം. കോൺഗ്രസിനെ തോപ്പിച്ച് BJP ജയിപ്പിക്കാനുള്ള അന്തരീക്ഷമാണ് അവരവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോൾ ഇതെല്ലാം ഇതിന് ഉത്തരവാദികളായ ആള് മന്ത്രി MP രാജേഷാണ് അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹത്തിൻ്റെ അളിയനെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. മന്ത്രി മാപ്പ് പറയണം, പൊതുസമൂഹം CPM മാപ്പ് പറയണം. അതൊക്കെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അന്ന് ലോകായുക്തയുമായി വലിയ വിവാദമുണ്ടായ കാര്യങ്ങളാണ്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖിൽ, ഈ അർദ്ധരാത്രിയിൽ അങ്ങനെ ഒരു പരിശോധന നടത്താനുള്ള വിവരം എവിടെ നിന്ന് കിട്ടി? ആരാണ് ആ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് എന്നുള്ള ചോദ്യം അത് ആ ഘട്ടത്തിൽ തന്നെ സജീവമായി പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇപ്പോൾ ഇങ്ങനെ തെളിവില്ല, തുടരന്വേഷണം ആവശ്യമില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി ആ ചോദ്യമായിരിക്കും സജീവമായി പ്രതിപക്ഷം വീണ്ടും ഉയർത്തുക. നിഖിൽ, തീർച്ചയായിട്ടും ഇത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ റീജിത്ത്, പോലീസിന് വിവരം നൽകുന്നത് CPIM പ്രവർത്തകരാണ്. CPIM പ്രവർത്തകർ പോലീസിന് ഇത്തരത്തിലുള്ള ഒരു വിവരം നൽകുന്നു.
അവർ റെയ്ഡ് ഈ KPM ഹോട്ടൽ വളയുന്നു, അവിടെ പരിശോധനകൾ നടത്തുന്നു, വിവിധ മുറികളിൽ കയറി ഇറങ്ങുന്നു. അങ്ങനെ അതായത് CPM നേതാക്കളുടെ മുറിയിലും കയറിയിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലും കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ വിവിധ മുറികളിൽ കയറി ഇറങ്ങുന്നു. അപ്പോഴൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. പിന്നീട് വലിയ വിവാദവും വലിയ വിഷയമൊക്കെ ആയതിനു ശേഷം മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തെത്തി. ഈ പോലീസ് സംഘം മടങ്ങിപ്പോവുകയായിരുന്നു. തൊട്ടടുത്ത ദിവസവും സമാനമായ ഹോട്ടലിൽ പരിശോധന നടന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും VK ശ്രീകണ്ഠൻ MP ഒക്കെ ഈ സംഭവ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ അവരവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ പെട്ടി അവരുടെ കാറുകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിവരങ്ങളും അവിടെ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടത് തന്നെയാണ്. എന്തായാലും അതിൻ്റെ ആ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ UDF-ന് പൂർണ്ണമായ ഒരു ക്ലീൻ ചിറ്റ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എവിടെയാണോ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്, അതേ സ്ഥലത്ത് കാര്യങ്ങൾ എത്തുകയാണ്, അതേ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. തുടരന്വേഷണം ആവശ്യമില്ല എന്നും പോലീസ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ, DYSP ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ആരോപണം ഉയർത്തിയ ഇത് വലിയ ചർച്ചയാക്കി മാറ്റിയ LDF നേതൃത്വത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട്.